ഹലോ ഹായ്. പള്ളിച്ചട്ടമ്പി. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടൊവിനോ നായകനായ പള്ളിച്ചട്ടമ്പിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. റൈറ്റർ എസ് സുരേഷ് ബാബു. ടിജോ ടോമിയാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്, എഡിറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീജ് സാരംഗ്, മ്യൂസിക് ജെയ്സ് പുജയ്. പുള്ളി തകർത്തിട്ടുണ്ട്. പുള്ളി കത്തിക്കാറാണല്ലോ പതിവ്. ഇതിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ എങ്ങനെയുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് കണ്ടവരും ഇനി കാണാൻ ഉദ്ദേശിക്കുന്നവരായിട്ട് ഒരു ചെറിയൊരു റിക്വസ്റ്റാണ്. ഇതിൽ ഒരു ക്യാമിയോ പരിപാടികളൊക്കെ ഉണ്ട്. സ്പോയിലർ ഞാൻ പറയുന്നില്ല. അത് നിങ്ങളും കൂടി സ്പോയിലർ ആക്കരുത് എന്നുള്ളൊരു റിക്വസ്റ്റാണ്. കാരണം പലരും ഇപ്പോൾ ഉള്ളൊരു പരിപാടി ഉണ്ടല്ലോ, സ്ക്രീനിൽ ഫോട്ടോ ഒക്കെ അല്ല വീഡിയോ ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്ന, നമ്മൾ കണ്ട ഒരു 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 ആ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ടല്ലോ, അത് മറ്റുള്ളവരും കൂടി കാണട്ടെ എന്നുള്ളൊരു ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ്. ബാക്ക് ടു സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പീരിയോഡിക്കൽ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ അങ്ങനെയൊക്കെ പറയാനാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു ജോണറാണ് സിനിമ. ഇറ്റ്സ് ഓക്കെ ഫിലിം. ഒരു നല്ലൊരു സിനിമ. ഒരു അതിഗംഭീരം എന്നുള്ള ഒരു പരിപാടിയിലോട്ട് എത്തിയിട്ടില്ല. അതിന് കുറേ കാരണങ്ങളുണ്ട്. സിനിമ അതിൻ്റെ എന്താ പറയുക, അവർ വലിയൊരു ക്യാൻവാസിലാണ് സിനിമ കഥ പറയുന്നത്. അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. നല്ല രസമായിട്ട് വിഷ്വലൊക്കെ ടിജോ ടോമിയൊക്കെ നല്ല ഗംഭീരമായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കാടിൻ്റെയും മലയും പരിപാടികൾ ഗംഭീരമായിട്ട് ആ ഒരു പീരീഡ് പരിപാടിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, EMSൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും അതുപോലെ തന്നെ വിമോചന സമരവും, അതാണ് പ്രധാനപ്പെട്ട സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തെ നന്നായിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ട് എഡിറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റും ഇറ്റ്സ് ഓക്കെ. പക്ഷേ ചില സാധനങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ എവിടേക്കോ സിനിമയുടെ ഒരു സ്വാഭാവികമായൊരു ഒഴുക്ക് സംഭവിക്കണമല്ലോ, ആ ഒഴുക്കിനെ എവിടേക്കോ ഒരു 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 ചെറിയൊരു ഒരു ഒരു തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എനിക്ക് ചില സ്ഥലത്ത് തോന്നി. പ്രത്യേകിച്ച് ചില ആളുകളുടെ പെർഫോമൻസ് ഉൾപ്പെടെ. കുറേ പെർഫോമൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. ചിലയിടത്തൊക്കെ തുടക്കത്തിൽ ഒരു ഒരു കല്ലുകടി എന്നുള്ള രീതിയിൽ എനിക്കൊരു ഒരു നാടകീയത തോന്നിയിരുന്നു. അത് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മളതൊരു സ്യൂട്ടായി. അതിൽ ഓക്കെ ആയി മാറി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പടം മോശമാണെന്നല്ല, നല്ല സിനിമ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിനെ ഒരു തടസ്സപ്പെടുത്തുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ ഒത്തില്ല എന്ന് പറയുന്നൊരു, എന്ന് വെച്ചാൽ കുറേ സിനിമകളുടെ റെഫറൻസ് ഒക്കെ അവർ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് ഒത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് ഒത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നായികയായിട്ട് വരുന്നത് കയാടു ലോഹറാണ്. അവരുടെ ഗംഭീര പെർഫോമൻസ് ആണ് കേട്ടോ. അവർ സ്ക്രീനിൽ അവരെ കാണാൻ തന്നെ നല്ല രസമായിട്ട് അവരെ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലെ ഒരു കോസ്റ്റ്യൂമിൽ കൂടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പീരീഡിക്കൽ ഒരു പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന് പറയുമ്പോൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകവുമായി ബന്ധപ്പെട്ടൊക്കെ രസകരമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. അതിൽ നായകൻ പറയുന്ന ഒരു ഡയലോഗിന് നായിക കൊടുക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ആ നാടകം ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന് മരണമില്ല, ആ നാടകത്തിന് മരണമില്ല എന്ന് നമ്മളിപ്പോഴും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകത്തിനെ കുറിച്ച് നമ്മളിപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിലും ആ നാടകത്തിനെ കുറിച്ച് സംസാരിക്കുക. അതാണ് ആ നാടകത്തിന് മരണമില്ല എന്ന് പറയുന്നത്. അത് ഗംഭീരമായിട്ട് അവരത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മതവുമായി ബന്ധപ്പെട്ട് ഈ മതവും രാഷ്ട്രീയവും എങ്ങനെയാണ് ഒന്ന് ഇതിൽ കൊമ്പ് കോർക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതെന്നൊക്കെ ഉള്ളൊരു പരിപാടിയൊക്കെ അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എവിടേക്കോ ഒരു വെള്ളപൂശൽ പരിപാടിയും നടന്നിട്ടുണ്ട്. ഈ കഥ നടക്കുന്ന നാട്ടിലെ ഒരു പള്ളിയിലെ വികാരിയാണ്, ഫാദറാണ് വിജയരാഘവൻ. ഗംഭീരമായിട്ട് അയാൾ പെർഫോം ചെയ്തിട്ടുണ്ട്. കരമന ജയൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലക്സാണ്ടർ പ്രശാന്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആ ഒരു അവരുടെ പരിപാടികളൊക്കെ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ചില പെർഫോമൻസ് മാത്രം ഈ ഒരു നാടകീയത, അത് തുടക്കത്തിലാണ് കേട്ടോ. ഫൈറ്റൊക്കെ ഗംഭീരമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാമറയും കൊറിയോഗ്രാഫിയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതിങ്ങനെ വലിഞ്ഞു പോകുന്ന പോലെ തോന്നിയിരുന്നു, പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ. എന്തൊക്കെയോ ഒരു പരിപാടി അവർ ഗംഭീരമായിട്ട് സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അവിടെയൊക്കെയോ ഒരു ഒരു സുഖക്കേട്. നമ്മളിങ്ങനെ കുറേ ആക്ഷൻ സിനിമകളൊക്കെ കണ്ടതിൻ്റെ പേരിൽ ഇത് കാണുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് സെറ്റായോ എന്ന് ചോദിച്ചാൽ അത്ര അങ്ങോട്ട് ആയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എന്നാലും മോശമല്ലാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറ്റം പറയരുതല്ലോ, മോശമല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ക്ലൈമാക്സിലോട്ട് എത്തണം. ഈ ക്യാമിയോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സ്പോയിലർ പറയുന്നില്ല, ആരാണെന്നും പറയുന്നില്ല. ക്യാമിയോൻ്റെ കാര്യം പറയുമ്പോൾ ക്യാമിയോൻ്റെ ഫസ്റ്റ് ഇൻട്രോ കിട്ടിരം ഫസ്റ്റ് ഇൻട്രോ ആയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ട് സെക്കൻഡ് ഇൻട്രോ നമ്മൾ പ്രതീക്ഷിക്കും. നമ്മൾ ഈ കണ്ട സിനിമകളുടെയൊക്കെ നമുക്കറിയാമല്ലോ, ക്യാമിയോൻ്റെ പരിപാടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് സെക്കൻഡ് പാർട്ടും ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഇൻട്രോ അത്ര അങ്ങ് ഒത്തില്ല. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ
ഈ ചില കാര്യങ്ങൾ നമ്മൾ ഒരു റെഫറൻസ് എടുത്ത് വെച്ചിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഒത്തിട്ടില്ല എന്ന് പറയുന്നത്. അത് അത്രയ്ക്കും അങ്ങട് നീട്ടിക്കൊണ്ടുവരാതെ വേറെ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ കൊടുത്ത് അത് അവിടെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്യുവർ പൊളിറ്റിക്സ് ആണ് സിനിമ പറയുന്നത്. ഒപ്പം തന്നെ ഈ കഥയുടെ ഈ പൊളിറ്റിക്സിലൂടെ അവരൊരു പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ഒരു ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്ന് ആ നാടിനെ രക്ഷിക്കുന്ന ഒരു പരിപാടിയൊക്കെ ആയിട്ടാണ് അങ്ങനത്തെ ഒരു കഥയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിനോട് നീതി പുലർത്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് സിനിമയുടെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.